ഇത് ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തതാണ്. ചെറിയൊരു മീനിൻ്റെ ഒരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിന് കുറച്ചൊന്ന് പ്ലാന്റ്സ് ഒക്കെ വെച്ച് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ പ്ലാന്റുകളാണ് വെച്ചിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ഈസി മെയിൻ്റനൻസ് മാത്രമുള്ള ചെടികളാണ് കേട്ടോ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ. ജെയ്ഡ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഇത് പല രീതിയിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ബോൺസായി ആക്കിയിട്ട് നിർത്താൻ പറ്റും. ഇത് എൻ്റെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് എൻ്റെ ആ ഒരു സ്ക്രീനിൽ തന്നെ വാട്സപ്പ് നമ്പർ കാണുന്നുണ്ടല്ലോ, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കലമാണ്. ചെറിയൊരു കലത്തിൽ ഞാൻ നമ്മുടെ ഇതിൻ്റെ പേര് ഓർമ്മയുണ്ടോടാ ചേട്ടപ്പാ? ഇതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ, ഞാനൊരു കലത്തിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അത് ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ വളരെ മനോഹരമായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള മമ്മി വീഡിയോ എടുക്കുക, ബഹളം വയ്ക്കാതെ. ഓക്കെ, ഇവയാണ് കേട്ടോ. ഇവ ഇളയ മകളാണ്. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വന്ന ബേർലി മാക്സ് എന്ന് പറഞ്ഞ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ബാസാക്കോട്ടയാണ്. അതും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിന്. ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇവിടെ ഞാൻ ഒരു മുയലിൻ്റെ ഒരു ക്ലേയുടെ ഒരു ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇത് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പൈസയൊക്കെ ഇടുന്ന നേട്ടം കൂട്ടുന്നൊരു ഐറ്റമായിരുന്നു. അത് ഞാൻ ഈ ഒരു പാട് കണ്ടോ, അത് ഞാൻ MCയിലൊക്കെ വെച്ച് അടച്ചിട്ട് കളർ ചെയ്തെടുത്തതാണ്. പിന്നെ അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഒരു നമ്മുടെ ഫിലോഡെൻഡ്രോൺ ഫ്ലോറിഡ ബ്യൂട്ടിയുടെ ഒരു വെരിഗേറ്റഡ് ടൈപ്പായിരുന്നു. ഒരു മൺകലമാണ്. മൺകലം വേറെ ഒരു മണ്ണിൻ്റെ ഒരു ചെറിയൊരു ചട്ടിയുണ്ട്, അതിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതൊരു മരം മുറിച്ചതിൻ്റെ ഒരു കുറ്റിയായിരുന്നു. പായലൊക്കെ മഴവെള്ളം വീണപ്പോൾ നല്ല സെറ്റായി വന്നു. അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നത് ബേർഡ് നെസ്റ്റ് ഫേണാണ്. ബേർഡ് നെസ്റ്റ് ഫേൺ ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് റീപോർട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. നല്ല സ്റ്റൈലായിട്ട് പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഇലകളൊക്കെ ഇപ്പോൾ വന്ന ഇലകളാണ് കേട്ടോ. ഇതിൻ്റെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കുറച്ച് ബാസാക്കോട്ടയുമാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയതായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് വലുതാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാളും പൊക്കത്തിലുള്ള ഇലകൾ വരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ബേർഡ് നെസ്റ്റ്. പിന്നെ ബേർഡ് നെസ്റ്റ് ഫേണിന് വെള്ളം ഒരിക്കലും അതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കരുത്. എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, ഒരിക്കലും ചീത്തയായി പോകുന്നൊരു ചെടിയല്ല. ഫേൺ വെറൈറ്റിയിൽ പെടുന്ന ചെടികളുടെ എല്ലാം പ്രത്യേകത അതാണ്. പക്ഷേ ഒരിക്കലും വെള്ളം ഈ ഒരു ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല. ഫേൺ ഒരു മരക്കുറ്റിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, പറഞ്ഞല്ലോ. അടുത്തതെന്ന് പറയുന്നത് ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ നാരോ സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ വരുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ഞാനിപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലുള്ള കുറേയധികം പ്ലാന്റുകളെല്ലാം എനിക്ക് സെയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടുത്ത് ഞാൻ അടുത്തതായിട്ടൊരു കളർഫുൾ ഐറ്റമാണ് സിങ്കോണിയമാണ് കേട്ടോ. സിങ്കോണിയം വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ചെടി എൻ്റെ കയ്യിലില്ല കേട്ടോ, ഇതാരും ചോദിക്കേണ്ട. ഇവിടെ ഞാൻ കലത്തിൽ ഈ ഒരു പായൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു അടിപൊളി ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയായപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു സ്പൈഡർ പ്ലാന്റൊക്കെ. സ്പൈഡർ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഇടുന്നുണ്ട്. ബുഷിയായിട്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നൊക്കെ ഞാൻ കുറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ. ഈ ടാങ്കിൽ ഇതേ വൈറ്റ് മോളിയുണ്ട്, പ്ലാറ്റിയുണ്ട്, പിന്നെ യെല്ലോ മോളിയുണ്ട് കേട്ടോ. ഇത്രയുമാണ് ഇട്ടിരിക്കുന്നത്. ഫോക്സ് ടെയിലിൻ്റെ പായലാണ് കേട്ടോ ഈ കിടക്കുന്നത്. ചുറ്റിന് ഞാനിങ്ങനെ വൈറ്റ് പെബിള് വെച്ച് ഫില്ല് ചെയ്തിരിക്കുവാണ്. ഇനി ഇവിടെ ഞാൻ എങ്ങനെയാണ് ആ ഒരു കാണുന്ന രീതിയിൽ റെഡിയാക്കിയതെന്നാണ് ഈ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനി കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.